ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടിവിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 38ാമത്തെ എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അച്ചോ, എൻ്റെ അപ്പച്ചന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അച്ഛനറിയാലോ, ഞാൻ വിദേശ രാജ്യത്താണ് ജോലി ചെയ്യുന്നത്. 4ാം തവണയാണ് ഞാൻ എൻ്റെ അപ്പച്ചന് വേണ്ടി ലീവ് എടുത്ത് വരേണ്ട സാഹചര്യം എത്തിയിരിക്കുന്നത്. എപ്പോഴും ലീവ് കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് അച്ചോ, എൻ്റെ അപ്പച്ചന് വേണ്ടിയിട്ട് അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന് ഒരു വ്യക്തി എന്നോട് പറയുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അപ്പച്ചൻ എന്താണ് സംഭവിച്ചത്, എത്ര വയസ്സുണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം മറുപടി പറഞ്ഞു, സെറിബൽ ഹെമറേജ് മൂലം അപ്പച്ചൻ്റെ ഒരു കൈയും ഒരു കാലും തളർന്നുപോയി. 89 വയസ്സുണ്ട്. ആരോഗ്യത്തോടെ ഓടി നടക്കുന്ന എൻ്റെ അപ്പച്ചനെ എനിക്ക് തിരികെ വേണമെന്ന് അദ്ദേഹം ശക്തമായ ഭാഷയിൽ എന്നോട് പറയുകയാണ്. അതിനായി അച്ഛൻ പ്രാർത്ഥിക്കണമെന്ന്. സ്നേഹമുള്ളവരെ, ഇത് കേട്ടപ്പം എനിക്ക് വലിയ ഒരു നിർവൃതി തോന്നി. കാരണം ഒരു മകന് ഒരപ്പനോടുള്ള വലിയൊരു കടപ്പാട് നമുക്കറിയാലോ. 75-80 ഒക്കെ എത്തിക്കഴിയുമ്പം, അല്ലെങ്കിൽ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പം വീട്ടിലുള്ള വ്യക്തികളുടെയൊക്കെ മനോഭാവങ്ങൾ, എല്ലാവരുടെയും അല്ല, ചിലരുടെയൊക്കെ മനോഭാവങ്ങൾ എന്താണ്? എന്നാൽ ഈ മകൻ പറയുന്നത് എനിക്ക് എൻ്റെ അപ്പനെ തിരിച്ചു വേണം എന്നുള്ളതാണ്. ഇനി ഇതിന് പിന്നിൽ ഇങ്ങനെ അവനെ കൊണ്ട് പറയിപ്പിക്കുവാനായിട്ട് ചില കാര്യങ്ങളുണ്ട്. കാരണം ചെറുപ്പത്തിൽ കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും പരിഗണനയും വാത്സല്യവുമെല്ലാം ഈ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും ഈ കുടുംബത്തിൽ നിന്നും മകൻ സ്വീകരിച്ചു. അതുകൊണ്ടാണ് വിദേശ നാടുകളിൽ ജോലി ചെയ്യുമ്പോൾ പോലും, ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് പോലും അപ്പൻ്റെ കാര്യം ഓർക്കുമ്പോൾ അപ്പനൊരു സങ്കടമാണ്, വിഷമമാണെന്ന് തോന്നുമ്പോൾ ആ മകൻ നാട്ടിലേക്ക് ഓടിയെത്തുവാനായിട്ട് ശ്രമിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇങ്ങനെ ഒരു വശത്ത് വലിയ മാതൃകാപരമായ ജീവൻ നയിക്കുന്ന കുടുംബാംഗങ്ങളുണ്ട്. കുടുംബത്തിൻ്റെ തണലിൽ, സംരക്ഷണത്തിൽ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്ന മക്കളുണ്ട്. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഒരുപക്ഷേ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് പലർക്കും കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നല്ല പരിഗണനയും സ്നേഹവും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. ഈ നിമിഷം നമുക്ക് നന്ദി പറയാം. എന്നാൽ ഈ ടോക്ക് എന്നെ പറയുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത് മെയ് 22-ാം തീയതി കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു സങ്കടകരമായ ഒരു വസ്തുതയാണ്. ഒരു അമ്മ 3.5 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ നദിയിലേക്ക് എറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ പിന്നിൽ എന്താണ്? ഈ അമ്മയോട് പോലീസ് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പല ഒഴിവ് കഴിവുകൾ പറഞ്ഞ് ഈ അമ്മ മാറുകയാണ് ചെയ്യുന്നത്. ആഴങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ ഏറ്റവും കുടുംബത്തോട് അടുത്ത് നിൽക്കുന്ന വ്യക്തി 2.5 വയസ്സ് മുതൽ 3.5 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ മകളെ ലൈംഗികരമായി പീഡിപ്പിച്ച കാര്യം അത് പുറത്തു വരികയാണ്. കേരള മനസാക്ഷിയെ, നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന വലിയ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് അറിയപ്പെട്ട ഒരു സംഭവം. എന്നാൽ അറിയപ്പെടാത്ത എത്രയോ സംഭവങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റുപാടും സംഭവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ ഏറ്റവും അധികം സ്നേഹവും സംരക്ഷണവും കൊടുക്കേണ്ട വ്യക്തികൾ തന്നെ അവരുടെ സംഹാരകരായി മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുമക്കൾ സ്വന്തം വീട്ടിൽ പോലും അരക്ഷിതമായ അവസ്ഥയിലൂടെ കടന്നു പോവുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഹൃദയഭേദകമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, പഴയ നിയമത്തിലൂടെ യാത്ര ചെയ്താൽ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ മോശയുടെ ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഹെബ്രായക്കാരായ ആൺകുട്ടികളെയെല്ലാം വകവരുത്തണമെന്ന് ഫറവോ കൽപ്പിച്ചപ്പോൾ പോലും ഏകദേശം 3 മാസം ഈ കുഞ്ഞു മകനെ വളർത്തി ആരും കാണാതെ ഈ അമ്മ. അതിനുശേഷം
നല്ലൊരു പേടകത്തിൽ ഈ കുഞ്ഞിനെ ആക്കി അങ്ങനെ നദിക്കരയുടെ മുൾച്ചെടിയുടെ ഇടയിൽ ഈ പേടകം പതുക്കെ വയ്ക്കുകയാണ്. ആ സമയത്ത് ഫറവയുടെ പുത്രി അവിടെ എത്തുകയും അങ്ങനെ അവരുടെ ദൃഷ്ടിയിൽ ഈ പേടകം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്നു. ആ അവസരത്തിൽ ഈ കുഞ്ഞിൻ്റെ സഹോദരി ഈ ഫറവോയുടെ പുത്രിയുടെ അടുക്കലെത്തുകയാണ് ചെയ്യുന്നത്. ഈ കുഞ്ഞിന് മുലയൂട്ടുവാൻ പറ്റിയ ഒരു സ്ത്രീയെ ഞാൻ അന്വേഷിക്കട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അന്വേഷിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും ഈ കുഞ്ഞുമകനെ ആ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കുന്ന അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു. സ്നേഹമുള്ളവരെ, ഈ അമ്മ ഒരു പേടകമുണ്ടാക്കി ആ മകനെ തള്ളിക്കളഞ്ഞില്ല. അങ്ങ് ദൂരെ നിന്ന് വീക്ഷിച്ചു കൊണ്ടിരിക്കുക. വളരെ ബുദ്ധിപൂർവ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. ഈ അമ്മയുടെ മകള് അതിൻ്റെ അടുക്കലെത്തി ഒബ്സർവ് ചെയ്യുകയാണ്. അങ്ങനെ ഒരു നാടകം പോലെ അവിടെ അഭിനയിച്ച് വീണ്ടും ആ കുഞ്ഞിനെ വീണ്ടെടുക്കുന്ന അവസ്ഥ. ഇതാണ് സ്നേഹം. രാജകൽപ്പനകളെപ്പോലും അതിജീവിച്ചും സ്വന്തം കുഞ്ഞിന് വേണ്ടി നിലകൊള്ളുവാനുള്ള വലിയൊരു ശക്തിയും ധൈര്യവും ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അവിടെയാ മോശയുടെ യാത്ര തുടങ്ങുന്നത്. പിഞ്ചു കുഞ്ഞിനെ 5-ാം നിലയുടെ മുകളിൽ നിന്നും റോഡിലേക്ക് വലിച്ചെറിയുന്ന ചിത്രവും നമ്മൾ കണ്ടതാണ് 6-7 മാസങ്ങൾക്ക് മുൻപ്. അതും നടന്നത് കേരളത്തിൽ തന്നെ. വീണ്ടും ഇതാ കായലിലേക്ക് എറിയപ്പെടുന്ന ഒരു ചിത്രം. പഠനങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ്: ഓരോ 2 മണിക്കൂറിലും ഒരു കുട്ടി പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ട പോക്സോ കേസുകൾ ഏകദേശം 4594. ഇനി സ്നേഹമുള്ളവരെ, ഞെട്ടിപ്പിക്കുന്ന വിഷമകരമായ ഒരു വസ്തുതയുണ്ട്. അതായത് കേരളത്തിൽ ഈ കുഞ്ഞുമക്കളെ പീഡിപ്പിക്കുന്നത് പുറത്തുനിന്ന് ഉള്ള വ്യക്തികളെക്കാൾ കൂടുതലായിട്ട് അകത്തു നിന്നുള്ള വ്യക്തികളാണ്. അതായത് കുടുംബത്തിലെ അംഗങ്ങളും അല്ലെങ്കിൽ അവരോട് നേരിട്ട് ഇടപെടുന്ന ബന്ധുജനങ്ങളും. ഇതാണ് ഏറ്റവും വലിയ ഒരു വിഷമം. അതുകൊണ്ട് നമ്മുടെയൊക്കെ മക്കൾ കടന്നു പോകുന്ന അവസ്ഥ കാണണം പ്രിയപ്പെട്ടവരെ. ആ പിഞ്ചോമനകളുടെ കണ്ണുനീര് കാണുവാനായിട്ട് നമ്മൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ വർഷവും മെയ് മാസത്തിൽ ദേശീയ ലെവലിലുള്ള യുവജനങ്ങളുടെ ധ്യാനവും ജൂലൈ മാസങ്ങളിൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള യുവജനങ്ങളുടെ ധ്യാനവും ഒക്കെ നടക്കാറുണ്ട്. പല യുവാക്കളെയും നേരിട്ട് കാണുവാനും അവരുമായിട്ട് അടുത്ത് ഇടപഴകുവാനുമുള്ള സാഹചര്യങ്ങൾ എനിക്ക് ലഭിക്കുന്നുണ്ട്. ഈ മക്കളൊക്കെ വലിയ സ്നേഹത്തോടെ താല്പര്യത്തോടു കൂടിയാണ് ഈ ധ്യാനത്തിൽ പങ്കെടുക്കുവാനായിട്ട് പോകുന്നത്. കാരണം അവരുടെയൊക്കെ ജീവിതങ്ങളിൽ നന്മകളുടെ വശമുണ്ട്, ഉയർന്ന ലെവലുണ്ട്, എല്ലാം ഉണ്ട്, നന്ദി പറയുന്നു. എന്നാൽ മറുവശത്ത് ആരോടും പറയാൻ പറ്റാത്ത വേദനകളുണ്ട്. കാരണം കുടുംബത്തിലുള്ളവരോട് എങ്ങനെയാ പറയുന്നേ, അല്ലെങ്കിൽ ബന്ധുക്കളോട് എങ്ങനെയാ പറയുന്നേ, അവർ തന്നെയാണല്ലോ വേദനിപ്പിച്ചത്. അങ്ങനെയുള്ള ചില മക്കളൊക്കെ കുമ്പസാരമൊക്കെ കഴിഞ്ഞ് ആന്തരിക സൗഖ്യ ആരാധനയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കും. സ്തുതിപ്പിൻ്റെ സമയത്ത് അവർ വാവിട്ട് കരയുക, നിലവിളിക്കുക. എന്തിനാ? കാരണം ഈ വേദന, ഈ ദുഃഖം, ഈ വിഴുപ്പ് ഭാണ്ഡം അവർ ചുമന്നുകൊണ്ട് നടക്കുക. ആരോടും പറയാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുമക്കളെ, യുവജനങ്ങളെ എനിക്കറിയാം പ്രിയപ്പെട്ടവരെ. ഒരു പുരോഹിതൻ എന്ന രീതിയിൽ എൻ്റെ പൗരോഹിത്യ ജീവിതത്തോട് എനിക്ക് വലിയൊരു സ്നേഹമുണ്ട്, കടപ്പാടുണ്ട്. കാരണം ഇതുപോലെയൊക്കെയുള്ള മക്കൾ അടുത്ത് വരുമ്പം അവരെ കേൾക്കുവാൻ, അവരെ സ്വാന്തനിപ്പിക്കുവാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം മുന്നിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സുരക്ഷിതത്വം നൽകേണ്ടവർ അവർക്കൊക്കെ അരക്ഷിതത്വം നൽകുന്ന അവസ്ഥയെ ഏറ്റെടുക്കണമേ. ഞങ്ങളുടെ പൊന്നോമനകളെ അങ്ങ് കാത്തുകൊള്ളണമേ. അങ്ങ് നസ്രത്തിലെ കുടുംബത്തിൽ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്നില്ലേ? അതുപോലെ ഞങ്ങളുടെ പൊന്നോമനകൾക്കും വളർന്നു വരുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക്, ബന്ധുജനങ്ങൾക്ക് വിജ്ഞാനവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. യുണിസെഫിൻ്റെ കണക്കനുസരിച്ച് ഏകദേശം ലോകത്തിൽ 60% കുട്ടികളും ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. കാരണം നന്നേ ചെറുപ്പത്തിൽ ഇവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ഇവർക്ക് അറിയത്തില്ല.
ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സുരക്ഷിതത്വം നൽകേണ്ടവരാണ് ഇവരെ വേദനിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നത്. പിന്നെ ഒരുതരം ഇമോഷണൽ ബോണ്ടേജ്, മാനസികമായ ബന്ധനങ്ങളിലേക്ക് വരികയാണ്. ഈ സുരക്ഷിതത്വം നൽകുന്നവർ അവർക്ക് വേണ്ടതെല്ലാം മേടിച്ചു കൊടുക്കുന്നു, അവരെ ശ്രദ്ധിക്കുന്നു, കരുതുന്നു. അതൊരു വശം. മറുവശത്ത് അവരുടേതായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ മക്കളെ ഉപയോഗിക്കുന്നു. അങ്ങനെ വന്നു കഴിയുമ്പം ഇവർക്ക് ഈ ചെറുപ്രായത്തിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്നില്ല സഹോദരങ്ങളെ. ഈ അവസ്ഥയിലൂടെയാണ് ഓരോ മക്കളും കടന്നു പോകുന്നത്. ഇനി ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ ഭയങ്കര ഭയമാണ്. ഈ വ്യക്തികൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയും ആകുലതയുമെല്ലാം ഒരു വശത്ത് നിൽക്കുന്നു. അങ്ങനെ വേദനയോടെ കഴിഞ്ഞുകൂടുന്ന ബാല്യങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റുമുണ്ട്. സ്നേഹമുള്ളവരെ, ഞാൻ ജനിച്ചു വളർന്നത് മലബാറിലാണ്. റബ്ബർ തൈ നടുന്നതിന് മുൻപ് എൻ്റെ പപ്പ പണിക്കാരെയെല്ലാം കൂട്ടി ആ പ്രദേശമൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കും, പ്ലാറ്റ്ഫോമുകൾ വെട്ടിയെടുക്കും. അങ്ങനെ എടുക്കുമ്പോൾ ഈ റബ്ബർ തൈ വെച്ചു. പക്ഷേ ശക്തമായ സൂര്യപ്രകാശത്തിന് മുമ്പിൽ ഈ റബ്ബർ തൈ വാടാതിരിക്കുവാനായിട്ട് ഓല കൊണ്ട് ഒരു കവചം കൊടുക്കും. പിന്നെ മലമടക്കുകളിൽ മുള്ളൻ പന്നിയുടെ ശല്യമുണ്ട്. ആ മുള്ളൻ പന്നിയിൽ നിന്നും രക്ഷ നേടുവാനായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ 2 or 3 സ്ഥലത്ത് ഈ മുൾവേലികൾ തീർക്കുമായിരുന്നു. അങ്ങനെയാ ഈ റബ്ബർ ചെടികൾ സംരക്ഷിക്കുക. 2-3 വർഷം കഴിയുമ്പം ഈ റബ്ബർ ചെടികൾ അങ്ങനെ വളർന്ന് വലുതായി കയറിപ്പോകും. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം സംരക്ഷണം ഒരു കർഷകൻ ഒരു റബ്ബറിന് കൊടുക്കുന്നു. എന്നാൽ ഒന്നോർത്തേ, നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മുടെയൊക്കെ കുഞ്ഞുമക്കൾക്ക് ഇതുപോലൊരു സംരക്ഷണം കൊടുക്കുവാനായിട്ട് പറ്റുന്നുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം ഉണ്ട് എന്നായിരിക്കാം. സമ്പത്തുണ്ട്, വിദേശ രാജ്യത്ത് പോയി പണമുണ്ടാക്കുന്നുണ്ട്, അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ മക്കൾ ഏത് രീതിയിൽ വളരുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്ന് അറിയുവാനായിട്ട് അവരുടെ ആഴങ്ങളിലേക്ക്, അവരുടെ വേദനകളിലേക്ക് കടക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയാം. അങ്ങനെയെങ്കിൽ അവർ വഴിതെറ്റി പോവുകയില്ല, ആരുടെയും ചൂഷണത്തിന് അവർ ഇരയാവുകയുമില്ല. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ വചനം പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പഠിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, നന്നേ ചെറുപ്പത്തിൽ സഞ്ചരിക്കേണ്ട വഴി പഠിപ്പിക്കുക, വാർദ്ധക്യത്തിൽ അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. നമുക്കറിയാം, ഈശോ നസ്രത്തിലെ കുടുംബത്തിൽ ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്നു. അതുപോലെ നമ്മുടെ മക്കളും ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വരുവാനായി പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. നമ്മുടെയൊക്കെ കുട്ടികളെ ശാരീരികമായും അതോടൊപ്പം തന്നെ ലൈംഗികപരമായിട്ടുള്ള ചൂഷണങ്ങളിൽ നിന്നൊക്കെ രക്ഷിക്കേണ്ടത് മാതാപിതാക്കളുടെയും പ്രിയപ്പെട്ട കുടുംബ അംഗങ്ങളുടെയും കടമയാണ്. ഇനി അങ്ങനെ രക്ഷിക്കണമെങ്കിൽ നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ കുട്ടിയുമായി സൗഹൃദപരമായ ഒരു ബന്ധം പുലർത്തുക. അങ്ങനെ വന്നാൽ എന്തു വേദനയും ഏത് സങ്കടവും ഉണ്ടെങ്കിൽ ഈ മക്കൾ മാതാപിതാക്കളുടെ അടുക്കൽ അഭയം തേടും. എനിക്കറിയാം, ഒരു പ്രൊഫസറെ ഒരു കോളേജിൽ പഠിപ്പിക്കുന്നു. ടീച്ചറിൻ്റെ മകള് അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ടീച്ചറിൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത് ഇപ്രകാരമാണ്: അച്ചോ, കോളേജെല്ലാം വിട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ എനിക്ക് ചിലപ്പോൾ എൻ്റെ ഭാര്യയോടും മകളോടും വിഷമം തോന്നും, ദേഷ്യം തോന്നും. കാരണം എന്താ, അവർ 1/4 മണിക്കൂർ ഇങ്ങനെ സംസാരിക്കും, വിശേഷങ്ങൾ പറയുമെന്ന്. എന്നാൽ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു: അച്ചോ, ആ ദേഷ്യം എന്ന് പറയുന്നത് മാനുഷികമാണ്, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എന്താ, ഈ പെൺകുട്ടികൾക്ക് അവരുടെ വേദന തുറന്നു പറയാൻ പറ്റുക കൂടുതലായും അവരുടെ അമ്മമാരുടെ അടുക്കലാണ്. അങ്ങനെ അവർ ഓപ്പണായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ, എൻ്റെ ഭാര്യ ആ മകളെ കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷവും അഭിമാനവും എനിക്കുണ്ട് എന്ന് പറഞ്ഞു. സ്നേഹമുള്ളവരെ, ഇതാണ് വേണ്ടത്. മാതാപിതാക്കളും മക്കളും തമ്മിൽ സൗഹൃദപരമായ ഒരു ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ, എവിടെയെങ്കിലും പതറിപ്പോയാൽ, എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ അത് പരസ്പരം പങ്കുവയ്ക്കുവാൻ, അത് കറക്റ്റ് ചെയ്യപ്പെടുവാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്താണെന്ന് പഠിപ്പിക്കുക.
അതായത് സ്പർശനങ്ങൾ, നല്ല രീതിയിലുള്ള സ്പർശനങ്ങളുണ്ട്. ഇനി ആസക്തിയോടുകൂടിയുള്ള വൈകാരികത നിറഞ്ഞ സ്പർശനങ്ങളുണ്ട്. ഇത് നന്നേ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ പഠിപ്പിക്കുക. പ്രത്യേകമായി വിദേശ രാജ്യങ്ങളിൽ മക്കളെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ മലയാളികൾ കുറച്ചൊക്കെ ഇതിന് പിന്നോക്കമാണ്. ഇപ്പോഴൊക്കെ കുറേ പേരങ്ങനെ പഠിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറുപ്പത്തിലെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ ഇടപഴകുന്ന മക്കൾ ആ വ്യക്തികളോട് ഇടപഴകുമ്പം അവരുടെ സ്പർശനം, അവരുടെ മൈൻഡ് എന്താണെന്ന് അറിയില്ല. ചിലതിനൊക്കെ അസ്വസ്ഥത തോന്നിയാലും വിഷമം തോന്നിയാലും നിന്നു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ആരെങ്കിലുമൊക്കെ മക്കളുടെ സ്വകാര്യ ഭാഗത്ത് സ്പർശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തെറ്റിലേക്ക് നയിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ അവിടെ നോ പറയുവാൻ അവരെ പരിശീലിപ്പിക്കണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ അത് മനസ്സിൽ വയ്ക്കാതെ മാതാപിതാക്കളോട് തുറന്നു പറയുവാനുള്ള ഒരു ഫ്രീഡം, സ്വാതന്ത്ര്യം മക്കൾക്ക് ഉണ്ടാവണം. സ്നേഹമുള്ളവരെ, ഇത് പുറത്തു നിന്നുള്ള ഒരു വ്യക്തിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. മാതാപിതാക്കൾക്ക് മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വീട്ടിലുള്ളവർ തന്നെ കുഞ്ഞുങ്ങളുടെ സംഹാര ദൂതരായിട്ട് മാറുന്ന ഒരവസ്ഥ. ഇങ്ങനെ വന്നു കഴിയുമ്പം ആ ഒരു അവസ്ഥ വലിയൊരു വേദനയാണ്. അങ്ങനെയുള്ളപ്പം നമ്മുടെയൊക്കെ സ്കൂളുകളിൽ ഇപ്പോൾ കൗൺസിലിംഗ് ഉണ്ടല്ലോ. ഒരുപക്ഷെ നമ്മുടെയൊക്കെ മക്കളോട് പറയണം, നിങ്ങൾ കൗൺസിലിങ്ങിന് പോകുമ്പോൾ ആ കൗൺസിലറുടെ അടുത്ത് ഒന്ന് ഓപ്പണായിട്ടൊന്ന് പങ്കുവയ്ക്കുവാൻ, തുറന്നു പറയുവാനായിട്ട് അവരെ പ്രേരിപ്പിക്കണം. മൂന്നാമത്തെ കാര്യം, മിതമായ നിയന്ത്രണവും സ്വാതന്ത്ര്യവും കൊടുക്കണം. നമുക്കറിയാം, വിമാനങ്ങൾ അനന്തവിഹായുസിലൂടെ പറന്നുയരുമ്പോഴെല്ലാം റഡാറിൽ നിരീക്ഷിക്കുന്നുണ്ട്. ഈ റഡാറിൽ നിരീക്ഷിക്കുന്ന കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണെങ്കിൽ അതവർ നോട്ട് ചെയ്യുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുള്ളൂ. അതുപോലെ ഈ മക്കളെ ഒന്ന് നിരീക്ഷിക്കണം. അവരുടെ ഭാഗത്തു നിന്ന് വലിയൊരു പാകപ്പിഴ ഉണ്ടായി എന്ന് വിചാരിച്ചു, അവിടെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത്. സ്നേഹത്തോടെയുള്ള, വാത്സല്യത്തോടെയുള്ള കരുതലായിരിക്കണം ആ നിയന്ത്രണം. നാലാമത്തെ കാര്യം, മാനസിക പിന്തുണയും മാനസിക ആരോഗ്യവും പ്രദാനം ചെയ്യണം. കാരണം സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞ് അവർ വരുമ്പം അവർക്ക് കുറേ കാര്യങ്ങളുണ്ട് പറയുവാനായിട്ട്. ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. ഒരു കൂട്ടുകാരിയോട് വഴക്കുണ്ടാക്കിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ടീച്ചർ വഴക്ക് പറഞ്ഞു, അടിച്ചു, അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള കാര്യങ്ങളായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ മക്കളെ ഒന്ന് കേൾക്കുവാനായിട്ട് തയ്യാറാകണം. ഞാൻ ഒരു കുടുംബത്തിലേക്ക് പോയപ്പം ഞാൻ കണ്ട ഒരു കാര്യമുണ്ട്. മക്കൾ സ്കൂൾ വിട്ടു വന്നു. ഈ അവസരത്തിൽ ആ സഹോദരി എന്നോട് പറഞ്ഞു, അച്ഛാ ഒരു 10 മിനിറ്റ് കേട്ടോ, ഞാൻ ഇവരുടെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്തോട്ടെ എന്ന്. ഞാനതിങ്ങനെ ഒബ്സർവ് ചെയ്യുമായിരുന്നു മാറിയെന്ന്. ഈ സമയത്ത് ഈ 10 മിനിറ്റ് കൊണ്ട് ഈ 2 മക്കളും അന്ന് സ്കൂളിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഈ അമ്മയോട് പറഞ്ഞു. അവരുടെ ആ വിഷമങ്ങൾ, അവരുടെ ഇമോഷൻസ് കേൾക്കുവാൻ, ആ അമ്മയ്ക്ക് അവരെ കരുതുവാൻ, പ്രൊട്ടക്റ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചു. ആ വലിയൊരു ഓപ്പൺനെസ് ഉണ്ടാവട്ടെ. അവർക്ക് മാനസിക ആരോഗ്യവും പിന്തുണയുമൊക്കെ നൽകുന്ന രീതിയിലേക്ക് നമ്മുടെ സ്വരം കൊണ്ട്, ആക്ഷൻസ് കൊണ്ട് നമുക്ക് ശ്രമിക്കാം. അഞ്ചാമത്തെ കാര്യം, സോഷ്യൽ മീഡിയയിലുള്ള ഒരു നിയന്ത്രണം. പാശ്ചാത്യ രാജ്യങ്ങളിൽ 16 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങൾ, ആ കാലഘട്ടങ്ങളിൽ പ്രത്യേക നിയന്ത്രണങ്ങളുണ്ട് കുഞ്ഞുമക്കൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നതിൽ. ഏതൊക്കെ ഉപയോഗിക്കണം, ഏതൊക്കെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് ഓർത്തേ, ഇവിടെ എന്തെങ്കിലും നിയന്ത്രണമുണ്ടോ? കുറച്ച് മാതാപിതാക്കളൊക്കെ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ 1-2 വയസ്സാകുമ്പോഴത്തേക്കും മാതാപിതാക്കൾക്ക് തിരക്കാണ്. മാതാപിതാക്കൾ ഉപയോഗിക്കുന്ന മൊബൈലും ഗാഡ്ജറ്റ്സും എല്ലാം പിള്ളേർക്ക് കൊടുക്കുകയാണ്. അവർ ആ ലോകത്തിലൂടെ യാത്ര ചെയ്യുന്നത്. എന്തെങ്കിലും നിയന്ത്രണം ചെയ്യുവാനായിട്ട് പറ്റുന്നുണ്ടോ? വേണ്ട, പൂർണ്ണമായിട്ടും ഒഴിവാക്കാനല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഒരു നിയന്ത്രണം, ഒരു മേൽനോട്ടം. ഈ മക്കൾ കാണുന്ന ഗെയിമുകൾ, ഇവർ യൂട്യൂബിൽ എന്താണ് സെർച്ച് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇവരെല്ലാം ഒന്ന് അറിയുവാനായിട്ട്, ഇവരെ ഒന്ന് ഗൈഡ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? അവിടെയാണ് ജീവിത വിജയം അടങ്ങിയത്. അവർക്ക് വേണ്ടി രാപ്പകൽ അധ്വാനിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് സമ്പത്തുണ്ടാക്കി. എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ,
ശ്രദ്ധിക്കുവാനായിട്ട് സമയം മാറ്റിവെക്കുവാൻ സാധിക്കുന്നുണ്ടോ? ആറാമത്തെ കാര്യം, വീട്ടിലുള്ള ഒരു ജാഗ്രത. അതായത് വീട്ടിലേക്ക് ധാരാളം വ്യക്തികൾ വന്നു പോകുന്നവരുണ്ടാവാം, തൊഴിലാളികളുണ്ടാവാം, പലതരത്തിലുള്ള പണിക്കാരുണ്ടാവാം, കേബിൾ ഓപ്പറേറ്റേഴ്സായിട്ട് വീട്ടിൽ 1-2 തവണ മാസത്തിൽ വരുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കുട്ടികളെ കാറിലും ഓട്ടോയിലുമൊക്കെ സ്കൂളിലേക്ക് അയക്കുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വീട്ടിൽ വിസിറ്റ് ചെയ്യുന്നവരുണ്ടാവാം. അവരോടൊക്കെയുള്ള മക്കളുടെ സമീപനം, ഇനി അവർക്ക് മക്കളോടുള്ള സമീപനം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റിലും നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെയെല്ലാം ഒരു ശ്രദ്ധ വേണം. അവിടെയാണ്, ആ ജാഗ്രതയിലൂടെയാണ് മക്കളെ വീണ്ടെടുക്കുവാനായിട്ട് പറ്റുക. ഏഴാമത്തെ കാര്യം, ദൈവാശ്രയത്വ ബോധത്തിൽ വളർത്തുക. ഈ ദൈവാശ്രയത്വം ഉണ്ടാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ദൈവവിശ്വാസം ഉണ്ടാവണം. ദൈവവിശ്വാസം ഉണ്ടാകണമെങ്കിൽ വിശ്വാസം പകർന്നു കൊടുക്കണം. വിശ്വാസം പകർന്നു കൊടുക്കണമെങ്കിൽ മാതാപിതാക്കൾക്ക് വിശ്വാസം ഉണ്ടാവണം, കുടുംബ പ്രാർത്ഥന ഉണ്ടാവണം, ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകണം. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ വിശ്വാസത്തിൽ ഈ മാതാപിതാക്കൾ ജീവിക്കുന്നുണ്ടെന്നുള്ളത് കാണിച്ചു കൊടുക്കണം. ഇത് വലിയൊരു വെല്ലുവിളിയാണ്. അങ്ങനെ വന്നു കഴിയുമ്പം ആ വിശ്വാസ തലങ്ങളിലേക്ക് മക്കൾ വളർന്നു വരും. അവർക്ക് അനുഭവം ഉണ്ടാവണം, ദൈവമായിട്ട് ചെറുപ്പത്തിലെ ദൈവിക ബന്ധം ഉണ്ടാവണം. എന്താണ് തെറ്റ്, എന്താണ് ശരിയെന്ന് മനസ്സിലാക്കുവാനായിട്ട് ഈ ദൈവവിശ്വാസം വേണം. അങ്ങനെ വളർന്നു വന്നെങ്കിൽ മാത്രമേ അവർക്ക് ഈ ലോകത്തിൽ സന്തോഷത്തോടെ ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ രാപ്പകൽ അധ്വാനിച്ചാലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൂട്ടിയാലും ദൈവം നമ്മുടെ കൂടെയില്ലെങ്കിൽ ഒന്നുമില്ല. ആയതിനാൽ നമ്മുടെ ജീവിതം ദൈവം തന്നതാ. തകർന്ന് തരിപ്പണമാകുന്ന നിമിഷങ്ങൾ ജീവിതങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ഈ തകർന്ന് തരിപ്പണമാകുന്ന നിമിഷങ്ങളിലും പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും ഒരു പ്രതീക്ഷയുടെ പൊൻകിരണമുണ്ട്. അങ്ങോട്ടാണ് നമ്മൾ നോക്കേണ്ടത്, ദൃഷ്ടികൾ പതിപ്പിക്കേണ്ടത്. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തെ നമുക്ക് ഒന്ന് ക്രമപ്പെടുത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഞാൻ സമർപ്പിക്കുന്നു. കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും പരിഗണനയും കിട്ടാത്ത മക്കൾ, വലിയ വേദനയിലൂടെ, നിശബ്ദമായ വേദനയിലൂടെ കടന്നു പോകുന്ന മക്കൾ, ശാരീരികമായും മാനസികമായും ദുരുപയോഗം ചെയ്യപ്പെട്ട മക്കൾ, അതിൽ വേദനിക്കുന്ന മക്കൾ, നാഥാ അവരെ അങ്ങ് സ്പർശിക്കണമേ. വലിയ അഭിഷേകത്താൽ, വലിയ ചൈതന്യത്താൽ അവരെ അങ്ങ് നിറയ്ക്കണമേ. ഈശോയെ, ഈ കെട്ടുപടലങ്ങളെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.